വിദ്യാഭ്യാസ സ്ഥാപനം അദ്ദേഹം തുടങ്ങിയത്. ആധുനിക സിനിമാ നിരൂപണത്തിനും സാഹിത്യത്തിനും ഒരുപോലെ സംഭാവനകൾ നൽകിയ ടി.എം. പുരുഷോത്തമൻ നെടുങ്ങാടിയാണ് മറ്റൊരു പ്രകാശഗോപുരം. നാദിർ ഷാ എന്ന ടി.എം. പുരുഷോത്തമൻ നെടുങ്ങാടിയെ എം.ടി. വാസുദേവൻ നായർ അനുസ്മരിക്കുന്നു. എൻ്റെ 2-3 സിനിമകൾക്ക് സബ്ടൈറ്റിൽ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് സിനിമകൾ? ഒരു വടക്കൻ വീരകഥ. അത് പനോരമയിൽ കാണിച്ചത്. എപ്പോഴും പനോരമയിൽ കാണിക്കുമ്പോൾ സബ്ടൈറ്റിൽ വേണം. ഈ സബ്ടൈറ്റിൽ ചെയ്യാൻ കുറച്ച് ആളുകളെ പെടുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ അങ്ങനെ 2-3 സിനിമകളുടെ സബ്ടൈറ്റിൽ അതൊക്കെ ബോംബെയിലാണ് നടക്കുന്നത്. ഈ സബ്ടൈറ്റിലിംഗ് പ്ലാന്റ് NFDCയുടെ ബോംബെയിലാണ്. അപ്പോൾ ഇദ്ദേഹമാണ് പലപ്പോഴും മലയാളത്തിൽ എൻ്റെ മാത്രമല്ല വേറെ ഉണ്ടാവാം. അപ്പോൾ ഇതേതായാലും ഇതിൻ്റെ സമയത്ത് വീരഗാഥയുടെ സബ്ടൈറ്റിലിംഗ് സമയത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ചില ചെറിയ സംശയങ്ങൾ ഈ മലയാളത്തിലുള്ള അറിയാൻ വേണ്ടി അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. പിന്നെ അദ്ദേഹം ഇവിടെയൊക്കെ വരും കണ്ടിരുന്നു. അങ്ങനെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷേ പലതരത്തിലും പത്രപ്രവർത്തനമായിട്ടും എല്ലാ നിലയ്ക്കും ഞാൻ TMP നെടുങ്ങാടിയായിട്ടുള്ള നല്ല അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എനിക്ക് ബഹുമാനമായി. പ്രത്യേകിച്ച് അദ്ദേഹം ഈ സബ്ടൈറ്റിൽ ചെയ്തതൊക്കെ വളരെ നന്നായിട്ട് സബ്ടൈറ്റിൽ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും സബ്ടൈറ്റിലിങ് നമ്മൾ തന്നെ വന്നു കഴിഞ്ഞ് കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു വിഷമം തോന്നും. ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് തോന്നുമ്പോൾ. പക്ഷേ അദ്ദേഹത്തിന് മലയാള അസലായിട്ട് അറിയുന്നതുകൊണ്ട് ഈ നമ്മുടെ കൾച്ചർ അസലായിട്ട് അറിയുന്നതുകൊണ്ട് അദ്ദേഹം സബ്ടൈറ്റിൽ ചെയ്തതൊക്കെ വളരെ നന്നായി. പ്രത്യേകിച്ച് എടുത്തു പറയാവുന്ന വീരഗാഥ ഈ ലോകം മുഴുവൻ കണ്ടിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ സബ്ടൈറ്റിലോട്. പത്രപ്രവർത്തന രംഗത്ത് ആദ്യകാല മാതൃകകളിലൊരാളാണ് യശശരീരനായ PVK നെടുങ്ങാടി. കണ്ണൂർ കേന്ദ്രീകരിച്ച് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ മരുമകൻ ശ്രീ PV രവീന്ദ്രൻ അനുസ്മരിക്കുന്നു. എൻ്റെ അമ്മാമൻ ശ്രീ PVK നെടുങ്ങാടി കണ്ണൂർ ദേശമിത്രം പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനിയിലെ ദേശമിത്രം വീക്കിലിയുടെയും സുദർശന ഡെയിലിയുടെയും മുഖ്യ പത്രാധിപരായി 25 വർഷത്തിലധികം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ സിംപ്ലിസിറ്റി. അദ്ദേഹം മഹാത്മാഗാന്ധിജിയുടെ കോഴിക്കോട്ടെ ഒരു മീറ്റിങ്ങിൽ മഹാത്മാഗാന്ധിയുടെ സിംപ്ലിസിറ്റിനെ ഫോളോ ചെയ്തു. തൻ്റെ ജീവിതത്തിലും അത് പകർത്തി. ഒരു റിസ്റ്റ് വാച്ചോ ഒരു മോതിരമോ ഒരു ചെരുപ്പോ ചപ്പൽ ധരിക്കാതെ വെറും ഖാദി മുണ്ടും ഖാദി ഷർട്ടും ഖാദി വേഷ്ടിയും മാത്രം ധരിച്ച് ജീവിതത്തെ പകർത്തിയ ആളായിരുന്നു. മലയാള ബാലസാഹിത്യത്തിന് ദേശീയ തലത്തിൽ വിലാസമുണ്ടാക്കിക്കൊടുത്ത പ്രതിഭാധനന്മാരിൽ ഒരാളാണ് പൂമരത്തിൽ നരേന്ദ്രനാഥ് എന്ന P. നരേന്ദ്രനാഥ്. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമികളുടെ പുരസ്കാരങ്ങൾ P. നരേന്ദ്രനാഥിനെ തേടിയെത്തിയിട്ടുണ്ട്. അച്ഛൻ്റെ കഥകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മനസ്സറിയും യന്ത്രമാണ്. മനസ്സറിയും യന്ത്രത്തിൽ വല്യമ്മാവനൊരു മനസ്സറിയും യന്ത്രം നിധി പോലെ കിട്ടുകയാണ്. ആ വീട്ടിലെ എല്ലാവരുടെയും മനസ്സ് പരിശോധിച്ച് കുടുംബം കുളം തോണ്ടിയ ഒരു കഥയാണ് അച്ഛൻ അത് കൂടെ പറയുന്നത്. വളരെ കുറച്ച് പേരെ ബാലസാഹിത്യം ഇവിടെ അക്കാലത്ത് എഴുതിയിരുന്നു. ആ സമയത്ത് അതിൽ തന്നെ ഊന്നി നിന്നിട്ട് എഴുതിയിട്ടുള്ള ഒരു ബാലസാഹിത്യകാരനാണ്. ബാലസാഹിത്യം അസലായിട്ട് എഴുതിയ ആളാണ് പിന്നെ അദ്ദേഹത്തിനെ എനിക്ക് പരിചയമായിരുന്നു. അവസാനം ഞാൻ തൃശ്ശൂരൊക്കെ വെച്ചിട്ടാണ് അവസാനം. കഥകളിയുടെ ഉത്ഭവം തൊട്ടുതന്നെ സാമന്തന്മാർ അതിൻ്റെ ലാവണ്യശാസ്ത്രം രൂപപ്പെടുത്തുന്നതിൽ ഗണ്യമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ശ്രീ മാനവേദൻ രാജ രൂപപ്പെടുത്തിയ കൃഷ്ണനാട്ടത്തിൻ്റെ മാതൃകകളിൽ നിന്നാണല്ലോ കൊട്ടാരക്കര തമ്പുരാൻ കഥകളി വേർതിരിച്ചെടുത്തത്. കഥകളി സംഗീതത്തിലെ എക്കാലത്തെയും മികച്ച ആചാര്യന്മാരിലൊരാളും ഭാവഗായകനുമായിരുന്നു കോട്ടയ്ക്കൽ വാസു നെടുങ്ങാടി. അദ്ദേഹത്തെ മകൻ ശ്രീ രഘുത്തമൻ നെടുങ്ങാടി അനുസ്മരിക്കുന്നു. 1917 ജൂൺ 26 തലക്കുടി മഠത്തിൽ നങ്ങുണ്ണിക്കോലുകളുടെയും തൊടുകാട്ടിൽ വെള്ളമുള്ളി മുക്കുണ്ണി നെടുങ്ങാടിയുടെയും മകനായിട്ടാണ് ജനനം. സാമ്പത്തിക പരാധീനത മൂലം 10ാമത്തെ വയസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി വന്നു. തുടർന്ന് ഇരട്ട സഹോദരനായ ഗോപി നെടുങ്ങാടിയുടെയും കൂടെ
കോട്ടയ്ക്കൽ പരമശിവവിലാസം നാടക കമ്പനിയിൽ രണ്ടുപേരും ബാലനടന്മാരായിട്ട് ചേരുകയാണുണ്ടായത്. കുറച്ചു കാലത്തിന് ശേഷം പരമശിവവിലാസം നാടക കമ്പനി PSV നാട്യസംഘമായിട്ട് കഥകളി കളിയോഗമായിട്ട് മാറ്റിയപ്പോൾ കഥകളി സംഗീത ശാഖയിലേക്ക് തിരിഞ്ഞു. കലാമണ്ഡലം മുൻ ചെയർമാനും കലാമർമ്മജ്ഞനും സഹൃദയനുമായിരുന്ന TMB നെടുങ്ങാടിയെ പത്നി വെട്ടത്ത് രാധക്കോവിലമ്മ അനുസ്മരിക്കുന്നു. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഈ കലയിലും കലാസംബന്ധമായിട്ടുള്ളതിലും സാഹിത്യത്തിലും മലയാള സാഹിത്യത്തിൽ പ്രത്യേകിച്ചും വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടിയിൽ ചെറുപ്പത്തിൽ തന്നെ എപ്പോൾ കോഴിക്കോട്ടുണ്ടെങ്കിലും വെള്ളത്തോളിൻ്റെ അടുത്തൊക്കെ പോയി അദ്ദേഹമായിട്ട് വളരെ അടുത്ത പരിചയമായിരുന്നു. വെള്ളത്തോളിൻ്റെ അടുത്തുള്ള സാഹചര്യം കൊണ്ട് കൂടി കഥകളിയിലൊക്കെ വളരെയധികം ആഭിമുഖ്യമുണ്ടായിരുന്നു. പിന്നീട് അപ്പോൾ വെള്ളത്തോളൊരിക്കൽ പറയുകയുണ്ടായി എന്ന് പറഞ്ഞു, എൻ്റെ കാലമൊക്കെ കഴിഞ്ഞാൽ ഈ കഥകളി പെട്ടി താങ്ങാൻ നിങ്ങളൊക്കെ ഉള്ളൂ, അത് കൊണ്ട് നടക്കണം എന്ന് ഇവരോട് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അത് തീർച്ചയായിട്ടും നിറവേറ്റി. എല്ലാ മാസവും പേര് കേട്ട ആർട്ടിസ്റ്റിനെയൊക്കെ വിളിച്ച് ഓരോ കഥകളി നടത്തിക്കുക. അങ്ങനെ ഒരു കഥകളി ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ആശയം ആദ്യമായിട്ട് തുടങ്ങി. അത് എസ്റ്റാബ്ലിഷ് ചെയ്തു എറണാകുളത്ത്. സാമന്ത സാഹിത്യത്തിന് ദിശാബോധം നൽകിയ എഴുത്തുകാരനാണ് മേലേക്കുന്നത്ത് അപ്പുനെടുങ്ങാടി. മകൾ മിനി മധുസൂദനൻ മേലേക്കുന്നത്ത് അപ്പുനെടുങ്ങാടിയെ അനുസ്മരിക്കുന്നു. എൻ്റെ അച്ഛൻ മേലേക്കുന്നത്ത് അപ്പുനെടുങ്ങാടി പോസ്റ്റ് മാസ്റ്ററായിരുന്നു. ഞങ്ങൾ കാണുമ്പോഴൊക്കെ അച്ഛൻ വൈകുന്നേരം ഓഫീസ് വിട്ട് വന്നാൽ കുറേ നേരം ഇരുന്ന് എഴുതുന്നത് കാണാം. അപ്പം അന്നൊന്നും ഇതെന്താണെന്നൊന്നും അറിഞ്ഞിരുന്നില്ല. പിന്നെയാണ് അച്ഛൻ്റെ കുടുംബത്തിലത്തെ കാര്യങ്ങളും പല അനുഭവങ്ങളും ഇങ്ങനെ കഥകളാക്കി എഴുതുന്നത് കണ്ടിട്ടുണ്ട്. PJ ആൻ്റണി, SK പൊറ്റേക്കാട്, ഗുപ്തൻ നായർ, ഇവരൊക്കെ അച്ഛൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അച്ഛൻ എഴുതിയത് പ്രധാനമായിട്ടും ഇപ്പം ഞങ്ങളുടെ കയ്യിലൊക്കെ കോപ്പിയുള്ളത് താക്കോൽക്കൂട്ടം, സംശയാത്മ, നാടകങ്ങൾ, ഇങ്ങനെ ഇത്രയൊക്കെ എഴുതും. പിന്നെയൊക്കെ എഴുതിയതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. പ്രത്യേകമായിട്ട് എന്താണെന്ന് വെച്ചാൽ അച്ഛൻ എഴുതിയ നോവലിലും നാടകങ്ങളിലൊക്കെ പ്രധാനമായിട്ട് നമ്മുടെ നെടുങ്ങാടി, വെള്ളോടി, ഏറാടി, കോവിലമ്മ ഇവരെയൊക്കെ വെച്ചിട്ടാണ് അച്ഛൻ നാടകങ്ങൾ എഴുതിയിരുന്നത്, നോവൽ എഴുതിയിരുന്നത്. കർണാടക സംഗീത രംഗത്തും സാമന്തന്മാർ നിസ്തുല സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇതിന് ഉത്തമ ഉദാഹരണമാണ് കോട്ടപ്പുറത്ത് ഉണ്ണിരാരിച്ചൻ നെടുങ്ങാടി. അദ്ദേഹത്തെ മകൾ കോമളവല്ലി അനുസ്മരിക്കുന്നു. എൻ്റെ അച്ഛൻ കോതകുറിശി കോട്ടപ്പുറത്ത് ഉണ്ണിരാരിച്ചൻ നെടുങ്ങാടിയാണ്. അദ്ദേഹം ചെമ്പയിൽ വൈദ്യനാഥ ഭാഗവതരുടെ കീഴിൽ ഗുരുകുല വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം 5 വർഷത്തോളം അവിടെ പഠിച്ചിട്ടുണ്ട്. ചെമ്പെ വൈദ്യനാഥ ഭാഗവതരുടെ മകളെ പാർവതി അമ്മാളെ അച്ഛനാണ് ആദ്യമായി പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയത്. അതിനുള്ളൊരു ഭാഗ്യം കൂടി അച്ഛന് സാധിച്ചിട്ടുണ്ട്. സോപാന സംഗീതം കേരളത്തിൻ്റെ തനത് സംഗീത ശാഖകളിൽ ഒന്നാണ്. ശ്രീ ഗുരുവായൂരപ്പനെ നിത്യവും പാടി രസിപ്പിക്കാൻ ഭാഗ്യം സിദ്ധിച്ച അദ്വിതീയനായ സോപാന ഗായകനാണ് ശ്രീ ജനാർദ്ദനൻ നെടുങ്ങാടി. ഈ രംഗത്തെ കുലപതിയും സ്തംഭ ഗോപുരങ്ങളിലൊരാളുമായ ശ്രീ ജനാർദ്ദനൻ നെടുങ്ങാടി ഇന്നും തൻ്റെ പവിത്രമായ നാദധാരയാൽ ഗുരുവായൂരപ്പൻ്റെ സോപാനത്തെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്നു. മണ്ഡലം ദേഹി പദ പല്ലവ മുദരം. കഥകളി സംഗീത രംഗത്ത് അധ്യാപകനായും ഗായകനായും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ശ്രീ കലാമണ്ഡലം സുഗതൻ എന്ന ഗായക പ്രതിഭ. ശ്രീ കലാമണ്ഡലം സുഗതൻ ഇതാ നമുക്കായി പാടുന്നു. മാതാവു രാധ താനോ താത ആധിര
അധിരഥനോ മാതാവു രാധ താനോ താതൻ അധിരഥനോ ദൈവമേ ദൈവമേ എൻ ജന്മദാതാക്കൾ ആരോ എന്തിക മന്മാനസേ സന്ദേഹം. പിന്നീട് ഞങ്ങൾ കണ്ടുമുട്ടിയത് വിശ്രുത നർത്തകിയും ഇപ്പോൾ ഓസ്ട്രേലിയയിൽ താമസിക്കുന്നവരുമായ താര രാജ്കുമാർ എന്ന കലാകാരിയെയാണ്. ആസ്ട്രേലിയൻ സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ പുരസ്കാരം ലഭിച്ചിട്ടുള്ള അവർ ഞങ്ങൾക്കായി ചില മുദ്രകൾ അവതരിപ്പിച്ചു. accepted classical art form. അങ്ങനെയാണല്ലോ, this is in the 50s and the 60s. അപ്പോൾ ഞാൻ കഥകളി പഠിക്കാൻ തുടങ്ങി. മൊളേരി നമ്പൂരി എന്ന് പറഞ്ഞിട്ട് കടത്തനാടൻ സ്റ്റൈലിലാണ്. അച്ഛൻ കോർബോർഡ് ചെയർമാനായിട്ട് കൊച്ചിയിലുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു 6-7 വയസ്സ് 8 വയസ്സ് അദ്ദേഹത്തിൻ്റെ അടുത്ത് കടത്തനാടൻ ശൈലിയിൽ നല്ലോണം ചാടാനും വളരെ ഇതായിട്ടുള്ള അതേ സമയത്താണ് കൃഷ്ണനാശൻ ഞാൻ പഠിപ്പിക്കാം താരയെന്ന് പറഞ്ഞിട്ട്. എന്തോ ഒരു ഭാഗ്യമാണ് ഇത്രയും നല്ലൊരു ആശാനെ കിട്ടുകയെന്ന് വെച്ചാൽ അതൊരു നമ്മുടെ ഭാഗ്യമാണ്, അത്ര പറയാൻ വയ്ക്കും. ഞാൻ മോഹിനിയാട്ടം ടീച്ചറുടെ അടുത്ത് നിന്ന് പഠിക്കാൻ എനിക്ക് സാധിച്ചു. പക്ഷെ അക്കാലത്ത് കൂടി മോഹിനിയാട്ടം പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും കൂടെ അക്സെപ്റ്റഡ് ആയിരുന്നില്ല. ഇങ്ങനെ നല്ലൊരു ഫാമിലിയിൽ നിന്ന് എൻ്റെ മുത്തശ്ശി അമ്മയുടെ അമ്മമ്മ എന്നെ വിളിച്ചിട്ടുണ്ട്, കുട്ടി ഇതൊക്കെ പഠിച്ചോളൂ കേട്ടോ, പക്ഷെ അത് സ്റ്റേജിലൊന്നും ചെയ്യണ്ട കേട്ടോ എന്നാണ് പറഞ്ഞത്. യുവതലമുറയിലെ ശ്രദ്ധേയയായ മോഹിനിയാട്ടം നർത്തകി വിനീത നെടുങ്ങാടി ഞങ്ങളോട് കവിതയും മോഹിനിയാട്ടവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, കവിതയെ മോഹിനിയാട്ടപ്പെടുത്തുന്നതിൻ്റെ ലാവണ്യശാസ്ത്രത്തെക്കുറിച്ചുമൊക്കെ വിശദമായി സംസാരിച്ചു. കവി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കി. 2 മാധ്യമങ്ങളാണ് ഇത് എന്നുള്ള പൂർണ്ണ ബോധത്തോടുകൂടി ഒരു ദൃശ്യമാധ്യമത്തിലേക്ക് ആവാഹിക്കുമ്പോൾ ചിലത് എഡിറ്റ് ചെയ്യേണ്ടി വരും, ചില ഭാഗത്തേക്ക് ചേർക്കേണ്ടി വരും. അതായത് ഒന്നിൻ്റെ പരിമിതി, സാഹിത്യത്തിൻ്റെ പരിമിതിയും സാധ്യതയും അല്ല ഒരു ദൃശ്യമാധ്യമത്തിൻ്റെ സാധ്യതയും പരിമിതിയും. ഈ 2 സാധ്യതകളുടെയും പരിമിതികളുടെയും ഏകോപനമാണ് യഥാർത്ഥത്തിൽ കവിത മോഹിനിയാട്ടത്തിലേക്ക് ആവാഹിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. സമീപകാലത്തെ ശ്രദ്ധേയരായ ഗായക ദമ്പതികളാണ് സുനിൽ നെടുങ്ങാടിയും പത്നി സുനിത നെടുങ്ങാടിയും. സുനിതയ്ക്ക് ഇവൻ മേഘരൂപൻ എന്ന സിനിമയിലെ ഇന്നലെ ഞാനൊരു മുല്ല നട്ടു എന്ന ഗാനാലാപന മികവിന് കേരള സർക്കാരിൻ്റെ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഗസൽ ഗാനരംഗത്തെ മലയാളി സാന്നിധ്യങ്ങളിൽ ശ്രദ്ധേയനാണ് സുനിൽ നെടുങ്ങാടി. നിരവധി വേദികളെ തൻ്റെ ശബ്ദ സൗകുമാര്യം കൊണ്ട് ധന്യമാക്കിയ സുനിൽ നെടുങ്ങാടിയുടെ MTV വീഡിയോ ഏറെ പ്രചാരം സിദ്ധിച്ച ഒന്നാണ്. സുനിൽ നെടുങ്ങാടി നമ്മോട് സംസാരിക്കുന്നു. ഒരു മഹത്തായ പാരമ്പര്യത്തിൻ്റെ തുടർക്കണ്ണിയാവാൻ സാധിച്ചതിൽ വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. കർണാടക സംഗീതമാണ് പഠിച്ചതെങ്കിൽ പോലും പിന്നീടുള്ള സംഗീത യാത്രയിൽ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ടേസ്റ്റും അഭിനിവേശവും ലളിത സംഗീതം അല്ലെങ്കിൽ ഗസൽ എന്ന ശാഖയോടാണ്. അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ടും ഗസലിലും ലളിത സംഗീതത്തിലും ഒക്കെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നീട് ഞങ്ങൾ ഒരു പുതുതലമുറ കവിയെ കണ്ടുമുട്ടി. ആനുകാലിക വിഷയങ്ങളോട് സജീവമായി കവിതയിലൂടെ പ്രതികരിക്കുന്ന ഒരു കവിയെ. ഒരു
കണ്ണുനീർ ചാലുപോൽ ഒഴുകും നിളാനദി ഇതെൻ്റെ അന്ത്യോപചാരമായി കരുതുക. ചുറ്റും മണൽ കാടുത്തിങ്ങുന്നുവോ കച്ചവട ദൃഷ്ടികൾ കാമങ്ങളായി വന്നു നിൻ ഇടനെഞ്ചു കുത്തിത്തുരക്കുന്നുവോ. ഒരു കണ്ണുനീർ ചാലുപോൽ ഒഴുകുന്നുവോ നേരിൻ നറുനിലാസ്പർശമാ നിളാനദി. മാതൃഭൂമി പത്രത്തിലെ പത്രാധിപർക്കുള്ള കത്തുകൾ എന്ന വിഭാഗത്തിൽ ചെറുപ്പളശ്ശേരിയിലെ ശ്രീ മോഹൻ നെടുങ്ങാടിയുടെ കത്തുകൾ കാണാത്തവർ വിരളമാണ്. കാണേണ്ടത് പലതും നമ്മൾ കാണുന്നില്ല, കേൾക്കേണ്ടത് പലതും നമ്മൾ കേൾക്കുന്നില്ല, പറയേണ്ടത് പലതും നമ്മൾ പറയുന്നില്ല. നമ്മളിലൊക്കെ ഒരു അന്ധനും ബധിരനും മൂകനുമുണ്ട്. പണ്ടൊക്കെ ഒരാളിൻ്റെ മരണം ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ ദുഃഖമായിരുന്നു. പക്ഷേ ഇന്ന് ഒരാളിൻ്റെ മരണം സ്വന്തം വീട്ടുകാരുടെ പോലും ദുഃഖമല്ലാതായി മാറുകയാണ്. സ്വന്തം കാര്യം സിന്ദാബാദ്, ഇതാണ് ഇന്നത്തെ മുദ്രാവാക്യം. ഇങ്ങനെ മതിയോ എന്ന് ചിന്തിച്ചപ്പോഴാണ് പ്രതികരണത്തിലേക്ക് പ്രവേശിച്ചത്. നമ്മുടെ കലകളും സംസ്കാരവും അമൂല്യമാണ്. അത് വിദേശികൾക്ക് കൂടി പറഞ്ഞുകൊടുക്കുക എന്ന ദൗത്യമാണ് എറണാകുളത്തെ കൊച്ചിൻ കൾച്ചറൽ സെൻറ്റർ നിർവഹിക്കുന്നത്. ഡയറക്ടർ ശ്രീ ശരത് നെടുങ്ങാടി നമ്മോട് സംസാരിക്കുന്നു. ഈ ഒരു ഓർഗനൈസേഷൻ, ഈ കൊച്ചിൻ കൾച്ചറൽ സെൻറ്റർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ തന്നെ അച്ഛൻ തുടങ്ങി വെച്ചത്. അങ്ങനെ 1978 തുടങ്ങിയതാണ്. ഇന്ത്യ സന്ദർശിക്കുന്ന ഒട്ടുമിക്ക മറ്റ് രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരായാലും പ്രധാനമന്ത്രിമാരായാലും അങ്ങനെയുള്ള VVIPകൾക്കുള്ള തനത് കലാരൂപങ്ങളടങ്ങുന്ന എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഞാനാണ്. ഈ ഏറ്റവും അടുത്ത കാലത്ത് വന്നതാണ് പ്രിൻസ് ചാൾസ് ആൻഡ് അദ്ദേഹത്തിൻ്റെ വൈഫ് കാമില പാർക്കർ. അത് കൊച്ചി സന്ദർശിച്ചപ്പോൾ അവർക്ക് വേണ്ടി കഥകളി, കളരിപ്പയറ്റ്, മോഹിനിയാട്ടം തുടങ്ങിയ കേരളീയ കലാരൂപങ്ങൾ അവതരിപ്പിക്കാനും അവരുമായിട്ട് കുറേ നേരത്തെ ഈ കലകളെക്കുറിച്ചൊക്കെ സംസാരിക്കാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് അദ്ദേഹം വളരെ ഫോർമലായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ കഥകളി പരിപാടി വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഇടയ്ക്ക് എനിക്കത് ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ അതിൻ്റെ ഇൻവിറ്റേഷൻ ഒഫീഷ്യലായിട്ട് വന്നു. 2014 ദീപാവലി ദിവസം ബക്കിംഗ്ഹാം പാലസിൽ ഒരു 2.5 മണിക്കൂർ കഥകളി അവതരിപ്പിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ സഹപ്രവർത്തകരുമായിട്ട് അവിടെ പോയി ഈ പരിപാടി ഞാൻ അവതരിപ്പിക്കും. സാമന്തവർഗത്തിൻ്റെ തന്നെ തനിമയും സ്വത്വവും അവരുടേതായ ഭക്ഷണക്രമത്തെയും ആചാര അനുഷ്ഠാനങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നതായി കാണാൻ കഴിയും. ഡോക്ടർ VT പത്മജ ഇത് വിശദീകരിക്കുന്നു. നായന്മാരായിട്ട് എന്താണ് ഈ സാമന്തന്മാർക്കുള്ള മെയിൻ ഡിഫറൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ വെജിറ്റേറിയൻസ് ആണ്. സാമന്തന്മാർ വെജിറ്റേറിയൻസ് ആണ്, നായന്മാർ നോൺ വെജ് കഴിക്കുന്നവരാണ്. അപ്പോൾ ഇവർ ഒരു അന്തരാള ജാതിയായിട്ടാണ് നായന്മാരിൽ ഉയർന്നതും ക്ഷത്രിയന്മാരിൽ താഴ്ന്നതുമായിട്ടുള്ള ഒരു വിഭാഗമായിട്ടാണ് ഇവരുണ്ടാവുക എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. പരദേവതാരാധന സാമന്തന്മാരുടെ ഒരു പൊതു സ്വഭാവമായി നമുക്ക് ചരിത്രത്തിലുടനീളം കണ്ടെടുക്കാവുന്നതാണ്. ഇത് കൂടുതൽ വിശദമാക്കിക്കൊണ്ട് വിശ്രുത ചലച്ചിത്ര പ്രവർത്തകൻ ശ്രീ മേലാറ്റൂർ രവിവർമ്മ സംസാരിക്കുന്നു. എല്ലാ വർഷവും ഞങ്ങൾ അയ്യപ്പൻ്റെ ജന്മദിനമായ അന്ന് കേരളത്തിന് അകത്തും കേരളത്തിന് പുറത്തും വിദേശത്തുമുള്ള ധാരാളം കുടുംബാംഗങ്ങൾ വന്ന് ഒത്തുചേരുന്ന, അത് തമ്മിൽ ആശയവിനിമയം നടത്താനും ഈ പഴയ തലമുറയ്ക്ക് പുതിയ വർത്തമാനങ്ങൾ മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാനും ഒരു സന്ദർഭമായിട്ട് ഞങ്ങൾ കരുതുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ ഞങ്ങൾ ഇവിടുത്തെ ധാരാളം ചെറു തലമുറക്കാർ ഇവിടെ നാടകം, കല, ഡാൻസ് മുതലായ പരിപാടികളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടൊരു രാത്രി, ഒരു സായാഹ്നം ഞങ്ങളിവിടെ ചെലവഴിക്കുന്നുണ്ട്. നെടുങ്ങനാടിൻ്റെയും സാമന്തന്മാരുടെ തന്നെയും പൊതുവായ ഭക്ഷണ രീതികളും തനത് രുചികളും ഏറെ പ്രസിദ്ധമാണ്. അതേക്കുറിച്ച് കരിമ്പുഴ ജയദേവൻ നെടുങ്ങാടി സംസാരിക്കുന്നു. സാമന്തന്മാർ പൊതുവെ ചിട്ടയായ ഒരു ഭക്ഷണ രീതിയിലാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. സാമന്തന്മാർ ശരിക്ക് സസ്യാഹാരികളായിരുന്നു. സസ്യാഹാരം അവരുടെ സ്വഭാവ രൂപീകരണത്തിനും കൂടിയും ഉദ്ദേശിച്ചിട്ടായിരിക്കാം അങ്ങനെ ആയിരിക്കണമെന്ന് വിചാരിക്കണം. സമന്തന്മാര് മാത്രമല്ല, സമന്തന്മാർ ഉപയോഗിക്കുന്നത് അന്നത്തെ ഇടപ്രഭുക്കന്മാരായതുകൊണ്ട് അവരുടെ കൂടാനുള്ള
ആശ്രിതരും കൂടിയും അതേ രൂപത്തിലാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ചമ്മളം പടിഞ്ഞ് ഇലയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു തൂശന ഇലയിൽ ഭക്ഷണം വിളമ്പുന്ന ഓരോ പദാർത്ഥത്തിനും ഇന്നന്ന സ്ഥാനങ്ങൾ അതിൽ പച്ചടി ഇലയുടെ നമ്മുടെ റൈറ്റ് സൈഡിലെ മുകളിൽ നാക്കലിയാണെങ്കിൽ അതിന് 2 പോർഷൻ ഉണ്ട്. ആ തണ്ടിൻ്റെ അപ്പുറം ചോറ് വിളമ്പാൻ പാടില്ല എന്നാണ്. ചോറ് എപ്പോഴും നമ്മുടെ ഭക്ഷണം കഴിക്കണ ആ ഒരു പോർഷനിലേ വരാൻ പാടുള്ളൂ. അപ്പുറത്ത് പദാർത്ഥങ്ങളാണ് വിളമ്പേണ്ടത്. പദാർത്ഥങ്ങൾ വിളമ്പുമ്പോൾ ആദ്യം പച്ചടി, കിച്ചടി, കറി, കാളൻ, ഓലൻ, അവിയൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ സാമ്പാർ രസമൊക്കെ നമ്മൾ നെയ്യ് പരിപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉപസ്തരണം നെയ്യ് ഒഴിക്കുന്ന ഇപ്പം നെയ്യും പരിപ്പുമാണ്. അതിങ്ങനെ വലതുവശത്ത് നമ്മൾ ചോറിൻ്റെ സൈഡിലായിട്ട് അവിടെയാണ് പഞ്ചസാര വിളമ്പിരുന്നത്. പഞ്ചസാര വിളമ്പുമ്പോൾ ശർക്കരപ്പേരി അവിടെയാണ്, അല്ലെങ്കിൽ ഇലയുടെ തലക്കിലാണ്. ഇലയുടെ ഇലയുടെ തൂമ്പിൻ്റെ ഭാഗത്താണ് വിളമ്പ്. അവിടെ വറുത്തപ്പേരി, ഉപ്പിലിട്ടതൊക്കെ 2 പോർഷനായിട്ട്, 2 ഉപ്പിലിട്ടതാണെങ്കിൽ 2 പോർഷനായിട്ട് താഴത്തും മുകളിലായിട്ട് വിളമ്പും. പപ്പട അവിടെയാണ് വെക്കുക. അങ്ങനെയാണ് അതിനൊരു ചിട്ടയായ സമ്പ്രദായമാണ് ഇതിലുണ്ടായിരുന്നത്. സാമന്തന്മാരുടെ തനത് ആചാരങ്ങൾ ഏറെയുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. എല്ലാ ആചാരങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുക ദുഷ്കരമെന്നിരിക്കെ പ്രാതിനിധ്യ സ്വഭാവത്തോടെ തിരുവോണ ഗണപതി എന്ന സാമന്ത ആചാരം പുനഃസൃഷ്ടിച്ചെടുക്കുകയാണിവിടെ. ഋതുമതികളാവാത്ത പെൺകുട്ടികൾ തങ്ങളുടെ സംരക്ഷകരായ സഹോദരന്മാർക്ക് ദീർഘായുസ്സും കീർത്തിയും സിദ്ധിക്കുവാനും തങ്ങൾക്ക് നെടുമംഗല്യവും ക്ഷേമാഭിവൃദ്ധിയും ലഭിക്കുവാനും അനുഷ്ഠിക്കുന്ന ഗണപതി പൂജയും പ്രസാദ വിതരണവുമാണ് തിരുവോണ ഗണപതി. തറവാട്ടിലെ മുതിർന്ന സ്ത്രീരത്നം അരിമാവുകൊണ്ട് വടക്കിനിയിലെ നിലത്ത് അണിയുന്നതോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. കൊളുത്തിവെച്ച നിലവിളക്കിനു മുന്നിൽ ത്രികോണാകൃതിയിൽ അണിഞ്ഞ് ഉള്ളിൽ വെച്ച ഇലച്ചീന്തിൽ വിഘ്നേശ്വരന്റെ പ്രിയ നിവേദ്യങ്ങളായ അവിൽ, ചെറുപഴം, മലർ, അപ്പം, അട, വെറ്റില, നാളികേരം തുടങ്ങിയവയും സമർപ്പിച്ച് നിറപറ സാക്ഷിയാക്കി ആവണപ്പലകയിലിരുന്ന് പെൺകുട്ടികൾ ഊഴം വെച്ച് വിഘ്നേശ്വര പൂജ നടത്തുന്നു. ശുഭപ്രാർത്ഥനകളും സന്തോഷവും കളിയാടുന്ന അന്തരീക്ഷം ഭക്തി നിർഭരമാകുന്നു. ഗൃഹനാഥന്റെ കാർമ്മികത്വത്തിലാണ് പൂജ നടക്കുക.